ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ ടിപ്പ് വന്നതാണ്. ടിപ്പ് പോവാൻ നിൽക്കാണ് ഉപ്പൊരു സ്ഥലത്തെയാണ്. ഓക്കെ, എൻ്റെ അക്കിമാമാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ. എല്ലാവരും കൂടി പോവാൻ നിൽക്കാണ്. അപ്പം എല്ലാവരും റെഡിയാവാണ്. ഞങ്ങൾ ഉപ്പ് ഇറങ്ങും. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയതാണ്. വാവ്, എന്ത് നല്ല മഴയാണ്. പ്ലീസ് കടല വെച്ചിട്ട് എൻജോയ് ചെയ്യണം. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അവിടെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇറങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വഴിയിലോട് തോട്ടത്തിൽ നിർത്തി. ഇഡലിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇഡലി കഴിച്ചു. ദോശ ഉണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചു. ഞാൻ കഴിച്ചില്ല. യാത്ര തുടങ്ങി. അവിടെ വയലിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. ഒരുപാട് മരങ്ങൾ കണ്ടു. അവിടെ വലിയ മരം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കറങ്ങാൻ വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലുതാണ്. ഞങ്ങൾ അച്ഛമാമൻ്റെ വണ്ടിയിൽ അവിടെ തുടക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബൈക്കിൻ്റെ ഇത് വന്നു കേട്ടാ. ഈ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്ന ആ ബൈക്കിൽ പോകുന്നത് അടിപൊളിയായിരുന്നു കേട്ടാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഒരു ചെക്കനെ കാണാറ്. എന്താതെയോ അതിങ്ങനെ പച്ചൻ്റെ ഇതില്ലേ, അതിങ്ങനെ എന്തോ ഒരു പേടെന്തോ എനിക്ക് മനസ്സിലായി. പിന്നെ വഴിയിൽ ആൾക്കാരൊക്കെ പോവുകയായിരുന്നു. എന്തോ ഒരു വടിയുണ്ട് ആൾക്കാരുടെ കയ്യിൽ. നേസോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ മലയിലാണ്. ഇപ്പോൾ മലയിലാണ് എത്തി. അവിടെ വഴിയിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. എവിടെയാണ് അറിയോ? മലയിലാണ്. ഊട്ടി മലയാണിത്. അതുകൊണ്ട് ഉമ്മച്ചാണ് കൈ കാണിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഉമ്മച്ചി കൈ എടുത്തു. പിന്നെ ഞങ്ങൾ ഹെൽപ്പിങ്ങുകാരാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓട്ടി ഇങ്ങനെ പോയി വയലിൽ ഞങ്ങൾ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഞാൻ വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ തൈലത്തോട്ടം ഉണ്ട്. എത്ര തൈലത്തോട്ടാണ്. പിന്നെ ഞങ്ങൾ കരയിലേക്ക് പോയി വെറുതെ നോക്കിയിരിക്കുന്നു. പക്ഷെ എനിക്ക് വേണം പറഞ്ഞ് എൻ്റെ ഉമ്മച്ചി മേടിച്ചാണില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് നടന്നതാണ്. മിസ് പാർക്ക് കുന്നോടാണ് ഞങ്ങൾ എത്തിക്കുന്നത്. അവിടെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ പാർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ താഴേക്ക് പോവാണ്. സ്റ്റെപ്പിലോട് ഇറങ്ങി ഞാൻ നിൽക്കൊണ്ടടുത്ത് കൂടെ പോവാണ്. പക്ഷെ അവിടെ ഒരുപാട് മരന്തലും ചെടികളും ഉണ്ടായിരുന്നു. ഇക്കുണ്ട്, ഞാനും ഉണ്ട്, നൈനുക്കും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഓടി പോണ്. അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റിയില്ല. ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി മതിയായി എനിക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങി മതിയായി ഞാൻ ഇറങ്ങി പോണണ്ട. അതാണ് ഞങ്ങൾ പാടത്തേക്ക് നടന്നു പോവാണ്. അവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടാ. അവിടെ മുള്ള ചെടികളുണ്ടായിരുന്നു. ഇടുത്ത് കരയ്ക്കുക. എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇതാണ് പാർക്ക്. പക്ഷെ ഇവിടെ പാർക്കല്ല, ഇവിടെ ഫോട്ടോ എടുക്കും ആൾക്കാരൊക്കെ ഇരുന്നിട്ട്. അവിടെയാണ് ഞങ്ങൾ ചാടിപ്പോയിക്കുന്നത്. ഇവിടെ പക്ഷെ കളിക്കുകയും ചെയ്യാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നോളോ. അപ്പം നല്ല ചെടികളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ പാർക്ക്. ഇത് എഴുതിയിരിക്കുന്ന സെയിലേഴ്സ് പാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം അമ്മൻ്റെ പാർക്ക് കാണും. ഇതാണ് അമ്മൻ്റെ പാർക്ക്. വെള്ളപ്പാർക്കാണ്. ബോട്ടിങ് ഉണ്ട്. അവിടെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ കടലൊക്കെ തേടാൻ തോന്നി. ഇവർക്കൊക്കെ പേടിയാണ്. എനിക്ക് പേടിയില്ല കേട്ടാ. അങ്ങനെ ഞാൻ കയറിയില്ല. അതുകൊണ്ട് വിട്ടാക്കില്ല കേട്ടാ. അതും കണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്. അവിടെ കേട്ട പാർക്കെത്തി. അതിൽ കൂടെ ഞങ്ങൾ കളിക്കാൻ പോവാണ്.
ഓക്കെ, ഇനി നമ്മൾ കളിച്ചിട്ട് ഇവിടെ വരും. ഇനി നമ്മൾ വെള്ളം ഉണ്ടായിരുന്നു അടുക്കുന്ന അവിടെ നിന്ന് കണ്ടതല്ല, ബോട്ടിങ് ഉണ്ട്. എല്ലാവരും ബോട്ടിങ് വേണ്ടി നിൽക്കണ്ടിട്ടാ, ഞങ്ങൾ കയറി പോവാണ്. ഇതാ ഞങ്ങൾ ഒഴിച്ച് വന്നു, ഇതാ അതിനൊക്കെ ഒഴിച്ച് വന്നു, പിന്നെ ആരോ ഒഴിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒഴിച്ച് വന്ന് കയറി ഞാനാരെയും കേടാണ്. എല്ലാവരും കൂടി തേന് പോലെ കയറിപ്പോയി. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒഴിച്ചപ്പോൾ എനിക്ക് പേടിയായിട്ട് തന്നെ ഞാൻ താഴെ എത്തിയിട്ടുണ്ടാവുമ്പോൾ ഏതോ ഒരാൾ പഠിച്ചിട്ടുണ്ട് എന്നെ. ഞങ്ങൾ സീസോയിലേക്കാണ്. ഇതാണ് സീസോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഭാര്യക്ക് കുട്ടികളെ കളിക്കാൻ ഇവിടെയൊക്കെ എനിക്ക് ഭാര്യക്ക് ഇഷ്ടമായി, എൻ്റെ ഇക്കും ഇഷ്ടമായി. ഞാനും മുന്നിട്ട് എൻ്റെ കൂടെ ആഫമാമ്മ വന്ന് ഊണാൽ പൊട്ടി വീഴുന്നത് ആവശ്യമില്ല. എനിക്ക് സ്ഥലമില്ലാതെ ഞാൻ കരയായിരുന്നു. എനിക്ക് രണ്ടുപേരും ഇന്ന സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ആവശ്യമാമ്മ ആടെങ്കിലും ഓടാലിരിക്കാൻ പാടില്ലോ. ഇന്നലെ അവർ രണ്ടുപേരും ഇന്ന് പൊട്ടിക്കോണെങ്കിൽ ഐഡിയ ഇല്ല എനിക്ക്. ഞാൻ അങ്ങനെ നോക്കിയിരിക്കാൻ ഇവിടെ പൊട്ടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ആട് കണ്ടിട്ടാ എന്തൊരു സുഖം ആടുമ്പോൾ. എനിക്ക് ആടുമ്പോൾ പാകിസ്ഥാന് അതാണ് ഞങ്ങൾ കയറി വന്നത്. ഇപ്പം ഞങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്ന മതി ആടുകാർ വന്നക്ക്. എനിക്ക് മതിയായി ആടി ഇപ്പം ആടിക്കൊണ്ട് ഇരിക്കാൻ പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്പം ബോട്ടിൻ്റെ ഇത് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ബോട്ടിന് വേണ്ടി നിൽക്കുന്നത്. പിന്നെ യോട്ടിലാണ് ഓടിപ്പോണ്, അവിടുത്തെ അമ്മേൻ്റെ അടുത്ത് ഓടിപ്പോണ്. പിന്നെ ഇക്കുൻ്റെ അടുത്ത് ഓടിപ്പോണ്. അമ്മയുടെ അടുത്തല്ല, എനിക്ക് മറന്നുപോയി. ഇങ്ങനെ ഉമ്മച്ചിയാണ് ഇത്, ഉമ്മച്ചി ഞാന് രണ്ടുപേരും ഓരോരുത്തരും ഓടിയിട്ടുണ്ട്. എല്ലാവരും ഓടി ഇതാ മലയിൽ കയറിയിരിക്കുകയാണ്. ട്രക്കിങ് ചെയ്യാൻ പോണു. ഇവിടെ മലയിൽ കയറി ഇറങ്ങി വരികയാണ് കേട്ടാ. ഓക്കെ, ഇന്നിപ്പോ കയറുന്ന നോക്കാം മാമ. എല്ലാവരും കയറി പോകുന്നുണ്ട് കേട്ടാ. കയറിയിട്ടുണ്ട് ചെയ്യുന്ന. എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാനായിരിക്കും പോണ്. ഇന്നിടെ ഇരുന്ന് അച്ഛമ്മ വരുന്നില്ല ഗൈസ്. ഇപ്പൊ ഞങ്ങൾ മല എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാനില്ല, ഇവിടെ മാത്രമല്ലോ. ഇവിടെ ഇപ്പൊ പോവും, ഇവിടെ വേറെ പോവുണ്ട്. മൊത്തം പാമ്പുകൾക്ക് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പുല്ലുകളല്ലേ, അതുകൊണ്ട് പാമ്പുകൾക്ക് ഉണ്ടായി നമ്മളെന്ത് ചെയ്യും? കടിക്കില്ലേ? ഓക്കെ, ഇത്രയോ എനിക്ക് പറയാൻ. എന്നെയും കേട്ടാണ്. എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ സാറായി.
ലെഗ് ചെയ്യാൻ ഇത് കാണുന്നത്. ഇവിടെ ഒരുപാട് എലിഫാന്റ് പറഞ്ഞ അത്ര എലിഫാന്റ് ആയിരുന്നു. ഉണ്ടായിക്കൊണ്ട് നല്ല കുഴങ്ങുന്നുണ്ട്. എനിക്ക് അത്രയും പറ്റുന്നില്ല. 2 ഊട്ടിക്ക് പോയിട്ടുണ്ട് അന്ന്. ഇപ്പൊ ഞാൻ ചെടികൾക്ക് തൊട്ട് എല്ലാം ഇവിടെ സീസൺ പാട്ടുണ്ട്. ഇതിന്റെ തീന്റെ പോലെ ഇതുണ്ട്. ഇതാ നീലപ്പൂക്കൾ. ഇത് കണ്ട അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട വണ്ടിയിൽ തിരിച്ചു പോവാൻ ഇതൊക്കെ കണ്ട എല്ലാം ഉണ്ട്. ഞങ്ങൾ കാട്ടിലോട്ട് തിരിച്ചു പോവാൻ തുടങ്ങി. ഇനി അടുത്ത സ്ഥലത്തിലോട്ട് പോണ് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോവുന്നുണ്ട്. ഇവിടെ ഒരുപാട് മലകൾ കാണുന്നുണ്ട്. തൈലത്തോട്ടമാണ് ഇത്. തൈലത്തോട്ടത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു. ഓക്കെ ബൈ.